ആളുകൾ വരുന്നു. അകത്ത് കയറിയിരിക്കും. ഈശ്വര, അമ്മ വിളക്കെത്തിച്ചോ ആവോ? പോട്ടെ. നിൽക്കൂ. അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ, കടം വീട്ടാൻ ഒരു വഴിയുണ്ടാക്കാം. അയ്യോ വേണ്ട, അതൊക്കെ ഒരുപാട് സംഖ്യ ഉണ്ടാവും. അതിലും വില കാണില്ലേ ശ്രീദേവിക്ക്? എന്തോ? കടത്തിന് കൈമാറ്റം ചെയ്യാനുള്ളതല്ല ഈ മുതൽ എന്ന് പറഞ്ഞേക്കൂ. സമാധാനായിട്ട് പോകൂ. ഞാനല്ലേ പറയുന്നത്? എന്റെ ഈശ്വര, എന്നെ മോഹിപ്പിക്കില്ലേ, എന്നെ മോഹിപ്പിച്ച് വേദനിപ്പിക്കില്ലേ? കൈപ്പുണ്യം ഉണ്ടായാലേ ഇങ്ങനെ ആൾക്കാർ വരൂ. വരുന്നവർക്കൊക്കെ നല്ല ഫലം കിട്ടണ്ടെന്നാ കേൾക്കണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. നമ്മുടെ പഠിക്കലും ഇങ്ങനെ ആളുകൾ വന്ന് നിൽക്കേണ്ടതായിരുന്നു. അതിന്റെ കാലാവും. നഴ്സിംഗ് ഹോം ഇടുന്ന കാര്യം പറഞ്ഞപ്പോ ഏട്ടനൊരു ദിവസം ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. കൂടെ ഒരാള് വേണം. അതിന് കൂടെ പഠിക്കുന്ന വല്ലവരെയും കൊണ്ട് നിന്നെ വേടി കഴിപ്പിക്കും എന്നല്ലേ? ഊണൂലുണ്ടോ ഇല്ലയേ എന്നൊന്നും ചോദിക്കരുത് എന്നൊരു നസ്യോ. അവനോളം ബുദ്ധിയുള്ള ഒരു കുട്ടി ഈ സമുദായത്തിൽ ഇനി ഉണ്ടാവുമോ? സംശയ. സമുദായക്കാരല്ലാതെ ആരെങ്കിലും? അല്ല, വെറുതെ പറയാണ്. ആരെങ്കിലും വന്ന് അച്ഛനോട് പറഞ്ഞാലോ? പഠിപ്പും കഴിവൊക്കെ ഉള്ള ആരെങ്കിലും? ഇളയതിന്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലോ? മുഖത്താട്ടും, ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിക്കും. പിന്നെ ആരും കേൾക്കാത്തിടത്ത് എന്ന് പറയും. എടുത്തോളൂ. ഈ നരകത്തിൽ നിന്ന് എന്റെ കുട്ടിയെ രക്ഷിക്കണേന് തൃപ്പങ്കോട്ടപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് 2 കൈയും പൊക്കി അങ്ങോട്ട് അനുഗ്രഹിക്കും. അത്രയുള്ളൂ.